വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒരു ആൻസർ കീ ചെയ്താൽ ഇന്നത്തെ എക്സാമിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നില്ലേ? അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മൗര്യ രാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? നമുക്കറിയാം, ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്നും രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? രാജ്യസഭയുമായി ബന്ധപ്പെട്ടതാണ് വേണ്ടത്. ഒന്ന്, ഒരു സ്ഥിരം സഭയാണ്. പരമാവധി അംഗസംഖ്യ 550 ഒരംഗത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. ഇതിൽ ഏതൊക്കെയാണ് ശരി രാജ്യസഭയുമായി ബന്ധപ്പെട്ടത്? ഒന്ന്, ഒരു സ്ഥിരം സഭയാണ്. രണ്ടാമത് അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായ ആൻസർ. അതായത് നമുക്ക് സി ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഘട്ടത്തിൻ്റെയും സംഗമ സ്ഥാനം ഏതാണ്? നീലഗിരി കുന്നുകൾ, നീലഗിരി ഹിൽസ് ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവരിൽ പല്ലവരുടെ പ്രധാന തുറമുഖം ഏത്? പോർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പല്ലവരുടെ പ്രധാന പോർട്ട്? മഹാബലിപുരം. ഇനി, ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ധാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏത്? ധാർ മരുഭൂമിയിലൂടെ നമ്മൾ ഒരു നദിയെ പഠിക്കുന്നുള്ളൂ. ഏതാണ്? ലൂണി. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നോക്കൂ, 6 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 8 ഉത്തരം എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതികൾ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് നൽകിയിരിക്കുന്നത്. അതിൽ എയും ബിയും സിയും എന്താണെന്ന് നോക്കുക. അയവുള്ള ഭേദഗതി. അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അയവുള്ള ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അല്ലേ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ കഴിയും. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പേര് പോലത്തെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും. എന്താണ് അയവുള്ള ഭേദഗതിയിൽ വരുന്നത്? അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ കഴിയുന്നു. ബിയിൽ എന്താണ് വരേണ്ടത്? ബിയിൽ നിന്ന് തന്നെ എന്തായിരിക്കും? ദൃഢമായ ഭേദഗതി. ബിയിൽ നമുക്ക് എന്താ എഴുതണ്ടേ? ദൃഢമായ ഭേദഗതി. ദൃഢമായ ഭേദഗതി എന്നാണ് എഴുതേണ്ടത്. പിന്നെ അതിദൃഢമായ ഭേദഗതിയിൽ എന്താ തന്നെ? അതായത് ഇപ്പോൾ ഓരോ നിയമസഭയിലും മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മാറ്റം വരുത്താനായിട്ട് കഴിയുള്ളൂ. ഓരോ നിയമസഭയിലെയും മെജോറിറ്റി കിട്ടിയാൽ മാത്രമേ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അതായത് അധികാര വിഭജനം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താണ് മാറ്റം വരുത്തണമെങ്കിൽ എന്താണ് അതിദൃഢമായ ഭേദഗതി വേണം. 7th ക്വസ്റ്റ്യൻ, ഉത്തരേന്ത്യൻ സമതലം കൃഷിക്ക് അനുയോജ്യമായ മേഖലയായി മാറാൻ സഹായകമായ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, ഒന്ന്, ആ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ല എക്കൽ മണ്ണുള്ള പ്രദേശമാണ് അല്ലേ. അതായത് വളക്കൂറുള്ള മണ്ണാണ് അല്ലേ, നല്ല ഫെർട്ടിലിറ്റി ഉള്ള മണ്ണാണ് വളക്കൂറുള്ള മണ്ണ്. പിന്നെ എന്താണ്, നല്ല ജലലഭ്യത അല്ലേ, ഇറിഗേഷന് മതിയായ ജലലഭ്യതയുള്ളതാണ്. പിന്നെ അനുകൂലമായ കാലാവസ്ഥയാണ് അല്ലേ, ക്ലൈമറ്റ്, കാലാവസ്ഥ അനുകൂലമാണ്. പിന്നെ എന്താണ്, ഭൂപ്രകൃതി, അതിൻ്റെ പരന്ന ഭൂപ്രകൃതിയാണ്, പരന്ന ഭൂപ്രകൃതി. പിന്നെ താഴെയുള്ള 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഗ്രാഫ് വിശകലനം ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കൂ, മൊത്ത വർദ്ധിത ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. കാർഷിക മേഖലയുടെ തന്നിട്ടുണ്ട്, വ്യവസായ മേഖലയുടെ തന്നിട്ടുണ്ട്, സേവന മേഖലയുടെയും തന്നിട്ടുണ്ട്. ഇതിൽ നോക്കൂ, മൊത്ത വർദ്ധിത മൂല്യത്തിലേക്കുള്ള GVA വിഹിതത്തിൽ തുടർച്ചയായി വർധനവ് രേഖപ്പെടുത്തിയ മേഖല ഏതാണ്? ഏത് മേഖലയിലാണ്? സേവന മേഖലയിലാണ് അല്ലേ. കറക്റ്റ് തുടർച്ചയായിട്ട് സേവന മേഖലയ്ക്കാണുള്ളത് അല്ലേ. അപ്പം സേവന മേഖല. സേവന മേഖലയിൽ ഏറ്റവും അധികം GVA വിഹിതം നൽകിയ വർഷം ഏത്? ഏറ്റവും കൂടുതൽ GVA വിഹിതം നൽകിയ വർഷം ഏതാണ്? 2022-23 കാലഘട്ടത്തിലാണ് അല്ലേ. ഇനി 2002-3 വർഷത്തിൽ വ്യവസായ മേഖലയുടെ GVA വിഹിതം എത്രയാണ്? നോക്കൂ, 2002-3 കാലഘട്ടത്തിൽ എത്രയാണ്? 25 അല്ലേ, 25. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഗുപ്ത കാലഘട്ടത്തിൽ കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെ ഘടകങ്ങളാണ് കൃഷിയുടെ വ്യാപനത്തെ സഹായിച്ചത്? ഒന്ന്, നമുക്കറിയാം, കൃഷിക്ക് ഉപയോഗിക്കപ്പെടാതെ പോയ കിടന്ന പ്രദേശങ്ങളെല്ലാം കൃഷിക്ക് ഉപയോഗമാക്കി അല്ലേ. കൃഷിക്ക് ഉപയോഗിക്കാതെ കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയോഗമാക്കി. പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രാധാന്യം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയെയും കാലാവസ്ഥയെയും സംബന്ധിച്ച് ബ്രാഹ്മണർക്കുണ്ടായിരുന്ന അറിവ്, പിന്നെ വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങളൊക്കെ. അപ്പോൾ എന്തൊക്കെ എഴുതാം?
ഒന്ന് കൃഷിക്ക് ഉപയോഗിക്കാതിരുന്ന എന്താണ് സ്ഥലങ്ങളൊക്കെ കൃഷിസ്ഥലങ്ങളൊക്കെ എന്താണ് കൃഷിക്ക് ഉപയോഗിക്കാതിരുന്ന സ്ഥലങ്ങളൊക്കെ കൃഷിസ്ഥലങ്ങളാക്കി മാറ്റി. പിന്നെന്താണ് ജലസേചനം അല്ലേ, ജലസേചന മാർഗങ്ങൾ പലതും കൊണ്ടുവന്നു. പിന്നെ പുതിയ സാമൂഹിക വ്യവസ്ഥിതി അല്ലേ, കൃഷിക്ക് അനുയോജ്യമായ ആവശ്യമായ തൊഴിൽ ശക്തി പ്രാധാന്യം ചെയ്തത്. ഇതൊക്കെയാണ് അവിടെ എഴുതേണ്ടത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. എന്തൊക്കെയായിട്ടാണ്? സ്ഥാനത്തെ അടിസ്ഥാനമാക്കി പീഠഭൂമികളെ തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമി അല്ലേ, പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമി. പിന്നെയോ, അതായത് ഇന്റർ മൗണ്ടൻ പ്ലേറ്റ്യൂ. പിന്നെയോ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. പർവ്വത അടിവാരങ്ങളിൽ അല്ലേ, പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. അപ്പോൾ ഏതൊക്കെയാണ്? പർവ്വതങ്ങളാൽ വലം ചെയ്യപ്പെട്ട പീഠഭൂമി, പിന്നെന്താണ്? പർവ്വത അടിവാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി, പിന്നെന്താണ്? വൻകര പീഠഭൂമി. ഏതൊക്കെയാണ്? ഇന്റർ മൗണ്ടൻ പ്ലേറ്റ്യൂ, വൈഡ് മൗണ്ടൻ പ്ലേറ്റ്യൂ, കോണ്ടിനെന്റൽ പ്ലേറ്റ്യൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മുടെ ഉൽപ്പാദന പ്രക്രിയ ഉപയോഗപ്പെടുന്ന പല കാര്യങ്ങൾക്കും എന്താണ് അറിവധിഷ്ഠിത മേഖലയെ സഹായകമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും? ഒന്നെന്തായിരിക്കും? നമ്മളുടെ എന്താണ്, നമ്മുടെ എല്ലാ സേവനങ്ങളുടെ അല്ലേ, അതായത് സോഫ്റ്റ്വെയറുകൾ, പിന്നെ എന്താണ് നമ്മുടെ വിവരസാങ്കേതിക വിദ്യയൊക്കെ നല്ല ഡെവലപ്പായി അല്ലേ. വിവരസാങ്കേതിക വിദ്യയുടെ വികാസം, പിന്നെന്താണ് അല്ലേ, പിന്നെ അറിവടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച, ഇതൊക്കെ വികസനത്തിന്. അപ്പോൾ പിന്നെ വിജ്ഞാനാടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്, അത് വിവിധ ഭാഷകൾ അല്ലേ, വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്നൊരു അല്ലേ, വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. പിന്നെ എന്താണ്? മെച്ചപ്പെട്ട വിവരസാങ്കേതിക വിദ്യയുടെ വികാസം, ശാസ്ത്രവിദ്യയുടെ വികാസം, പിന്നെ ഇതൊക്കെ എന്താണ്? വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ, സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ അല്ലേ, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, ഇതൊക്കെ നമ്മുടെ അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനുകൂല സാഹചര്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന? ഏതൊക്കെയാണ്? വിവിധ ഭാഷകൾ, പിന്നെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ എന്താണ്? അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന അനുകൂല സാഹചര്യങ്ങളാണ്. ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലില്ലായ്മകൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള വിവിധതരം തൊഴിലില്ലായ്മകളുടെ പേരെഴുതുക. എന്തൊക്കെയാണ്? നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. അതായത് അതിപ്പോൾ ഉദ്ദേശിക്കുന്ന എന്താണ്? അതായത് ഇപ്പോൾ നമുക്ക് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ തെങ്ങ് കയറുന്ന യന്ത്രം കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ തെങ്ങ് കയറ്റ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു അല്ലേ. അതുപോലെ അതായത് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്നത്. അതായത് മഴക്കാലത്ത് നമുക്ക് ഒരു പരിപാടി ചെയ്യാൻ കഴിയുള്ളൂ, വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലെ വേനൽക്കാലത്ത് ഒരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ പ്രത്യേക കാലത്ത് മാത്രമേ തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതെയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. പിന്നെ ഉൽപ്പാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ. അതായത് ഒരു പർട്ടിക്കുലർ ഇതിൽ മാത്രം കുറേ അധികം പേര് ഉൽപ്പാദന പ്രവർത്തനത്തിൽ കുറേ അധികം തൊഴിലാളികൾ പങ്കെടുക്കുന്നതിനാണ് നമ്മൾ എന്താണ് ഓവർ അൺഎംപ്ലോയ്മെൻ്റ് എന്നോ അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്നൊക്കെ പറയാം. ക്ലിയർ ആണല്ലോ?
പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ ഏതെങ്കിലും 3 എഴുതുക. നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. നമുക്കിടെ എന്തെങ്കിലും മനുഷ്യരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായെങ്കിൽ നമുക്ക് കമ്മീഷൻ മുഖേന, കമ്മീഷനാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. അതുപോലെ വിമൻസിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിൻ്റെ ചൈൽഡ് ഇതിൻ്റെയൊക്കെ ഇത് വഹിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. ക്ലിയർ ആണല്ലോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ജനസംഖ്യാ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ജനസംഖ്യ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഡെമോഗ്രഫി. ഏതാണ്? ഡെമോഗ്രഫി. ജനസംഖ്യാശാസ്ത്രം. ഇന്ത്യയിൽ സാധാരണയായി സെൻസസ് നടത്തുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 10 വർഷത്തിലൊരിക്കൽ. എത്രയാണ്? 10 വർഷത്തിലൊരിക്കൽ. സി ക്വസ്റ്റ്യൻ എന്താ? ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം ഏതാണ്? രജിസ്ട്രാർ സെൻസസ് കമ്മീഷണറുടെ ഓഫീസ്. ഏതാണ്? രജിസ്ട്രാർ സെൻസസ് കമ്മീഷണറുടെ ഓഫീസാണ് ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തത് നമ്മുടെ ABCD എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭൂസവിശേഷതകളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് എഴുതുക. ഏതാണ് എ എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ് അല്ലേ. ആരവല്ലിയാണ്. അതായത് ബി എന്താണ്? പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് ആണ് അല്ലേ. പശ്ചിമഘട്ടം, വെസ്റ്റേൺ ഗട്ട്സ് ആണ്. പിന്നെ ഡി എന്താണ്? ഡി ഏതാണ്? പൂർവ്വഘട്ടം അല്ലേ. ഈസ്റ്റേൺ ഗട്ട്സ്, പൂർവ്വഘട്ടം. പിന്നെ ഇത് റിവർ അല്ലേ. റിവറാണ് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് എൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കി, ഇതിനകത്ത് ആരാണ്? ഭാസൻ ഏതാണ്? സ്വപ്നവാസവദത്ത. കാളിദാസൻ ഏതാണ്? കാളിദാസൻ്റെ ഏതാണ്? അഭിജ്ഞാന ശാകുന്തളം. അമരസിംഹൻ്റെ അമരകോശൻ. ശൂദ്രകൻ്റെ എന്താണ്? എന്താണ് നമ്മൾ പഠിച്ചത്? മൃച്ഛ ഘടികം. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൗര്യഭരണ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക. നമുക്കറിയാം എന്തൊക്കെയായിരുന്നു മൗര്യ സമ്പ്രദായം എന്ന്. എന്തായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്? പല പ്രവിശ്യകളായി മാറ്റിയിരുന്നു. പിന്നെന്തായിരുന്നു? ആർമിക്ക് 5 വിഭാഗങ്ങളുണ്ടായിരുന്നു അല്ലേ. അവരുടെ ആർമിക്ക് 5 വിഭാഗങ്ങളുണ്ടായിരുന്നു. പിന്നെന്താണ്? 30 അംഗങ്ങൾ അല്ലേ ഉണ്ടായിരുന്നു. പിന്നെ 30 അംഗങ്ങൾ ചേർന്ന കമ്മിറ്റിയാണ് സൈനിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 30 അംഗങ്ങളുള്ള കമ്മിറ്റി, സൈനിക കമ്മിറ്റി അല്ലേ. 30 അംഗങ്ങളുള്ള സൈനിക കമ്മിറ്റി. അപ്പം ഇങ്ങനെയൊക്കെ മൗര്യ ഭരണ സമ്പ്രദായത്തിൻ്റെ സവിശേഷത ഇങ്ങനെ എഴുതണം. അത് പല പ്രവിശ്യകളായി മാറ്റിയിരുന്നു. ആർമിക്ക് 5 വിഭാഗങ്ങളുണ്ടായിരുന്നു. 30 അംഗങ്ങളുള്ള സൈനിക കമ്മിറ്റിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി ഇന്ത്യൻ രാഷ്ട്രപതി നിർവഹിക്കുന്ന പ്രധാന ചുമതലകൾ ഏതൊക്കെയാണ്? രാഷ്ട്രപതിയുടെ ചുമതലകൾ. അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഇന്ത്യൻ രാഷ്ട്രപതി നിർവഹിക്കുന്ന 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ രാഷ്ട്രപതി നിർവഹിക്കുന്ന പ്രധാന ചുമതലകൾ എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്? നമുക്കറിയാം സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് അല്ലേ. പിന്നെ മന്ത്രിസഭയ്ക്കും കേന്ദ്രമന്ത്രിമാർക്കും അനുമതി നൽകുന്നത്. പിന്നെ ജഡ്ജിയെ നിയമിക്കുന്നതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? രാഷ്ട്രപതിയുടെ. ജഡ്ജിയെ നിയമിക്കുന്നത് അല്ലേ. പിന്നെന്താണ്? സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത്, മന്ത്രിസഭയ്ക്കും കേന്ദ്രമന്ത്രിമാർക്കും അനുമതി നൽകുന്നതൊക്കെ. ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന ഉഷ്ണകാലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? അതിനു മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ദാരിദ്ര്യം മനുഷ്യമൂലധന രൂപീകരണത്തിന് വെല്ലുവിളിയായി മാറുന്നത് എങ്ങനെ? അതായത് നമുക്ക് ദാരിദ്ര്യം മനുഷ്യമൂലധന രൂപീകരണത്തിന് വെല്ലുവിളിയായി മാറുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്തൊക്കെ എഡ്യൂക്കേഷനും ഹെൽത്തും ട്രെയിനിങ്ങും ഒക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യുള്ളൂ? നമ്മളുടെ മൂലധനം കൂടുള്ളൂ അല്ലേ. അപ്പോൾ ദാരിദ്ര്യം, അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്? എഡ്യൂക്കേഷൻ കിട്ടില്ല, ഹെൽത്ത് നേരെയാവില്ല അല്ലേ. പിന്നെന്താണ്? ട്രെയിനിങ് അതൊന്നും നടക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതും ദാരിദ്ര്യം മനുഷ്യന് വെല്ലുവിളിയായി മാറുന്നത് ഇതൊന്നും സാധിക്കാതെ വരുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഉത്തരേന്ത്യൻ
സമതലങ്ങളിൽ അനുഭവപ്പെടുന്ന ഉഷ്ണകാലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്കറിയാം. എന്താണ്, മാർച്ച് മാസത്തോടെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്ത് ചെയ്യുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങുന്നത്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെ മാസത്തിലാണ് ഉയരാൻ തുടങ്ങുന്നത്? മാർച്ചിലാണെങ്കിലും ഏപ്രിൽ മെയ് ജൂൺ ഈ മാസങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്, അതായത് ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതായത് മെയ് മാസത്തോടെ ഏകദേശം 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഇതിൻ്റെ ഇത് ഉയരാറുണ്ട്. എത്ര? 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിൽ ശക്തമായ വരണ്ട ഉഷ്ണക്കാറ്റുകൾ വീശാറുണ്ട്. അത് ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ. അപ്പോൾ ഇവിടെ ലൂവിൻ്റെ കാര്യവും എഴുതണം. അപ്പോൾ ലൂവിൻ്റെ കാര്യവും പിന്നെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് ശക്തമായത് അനുഭവപ്പെടുന്നതെന്നും 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് ഉയരാറുണ്ടെന്നൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മാതൃക അനുസരിച്ച് ഇന്ത്യയിലെ ഉപദ്വീപീയ നദികളുടെ തിരിച്ചറിയൽ തയ്യാറാക്കുക. അതിനകത്ത് ഒരെണ്ണം തന്നിട്ടുണ്ട് താപ്തിയുടെ ഉത്ഭവം മുൽത്തായി, പോഷക നദി ഗിർന. അങ്ങനെയാണെങ്കിൽ നർമ്മദയുടെ ഏതാണ്? അമർഖണ്ഡ് അല്ലേ? അമർഖണ്ഡാണ്. അമർഖണ്ഡ് എന്ന് എഴുതണം, അമർഖണ്ഡക് എന്ന് എഴുതണം. പോഷക നദി ഏതൊക്കെയാണ്? ഹിരൺ, പിന്നെ എന്താണ്? ബഞ്ചാർ. ഏതൊക്കെയാണ്? ഹിരണും ബഞ്ചാറും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. അമർഖണ്ഡകാണ് നർമ്മദയുടെ ഉത്ഭവസ്ഥാനം. കൃഷ്ണയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? മഹാബലേശ്വരാണ് അല്ലേ? മഹാബലേശ്വരാണ്. പോഷക നദി ഏതാണ്? നമുക്ക് ഏതൊക്കെ അറിയാം? തുംഗഭദ്ര, ഭീമ, കൊയ്ന, ഇതൊക്കെ എഴുതാം അല്ലേ? ഏതെങ്കിലും ഭീമ, കൊയ്ന, തുംഗഭദ്ര ഇതൊക്കെയാണ് ഇതിൻ്റെ പോഷക നദികൾ, അതായത് ട്രിബ്യൂട്ടറീസ്. ഉത്ഭവം മഹാബലേശ്വർ. നർമ്മദയുടെ ഉത്ഭവം ഏതാണ്? അമർഖണ്ഡക്. പോഷക നദി ഹിരൺ, ബഞ്ചാർ. ക്ലിയർ ആണല്ലോ. അടുത്തത് 22ാമത്തെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ പട്ടികപ്പെടുത്താനാണ് പറയുന്നത്. എന്തൊക്കെയാണെന്ന്? വോട്ടർ പട്ടിക അല്ലേ? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് ലഭ്യമാക്കുന്നതൊക്കെ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവയുടെ തെരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പിന്നെ പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനം, നടപ്പിലാക്കലും, പിന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. അപ്പോൾ നമ്മുടെ വോട്ടർ ID നൽകുന്നതും തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കുന്നതും പിന്നെ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം നൽകുന്നതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ് ചിഹ്നം നൽകുന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കുന്നത്, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത്, അത് സൂക്ഷ്മ പരിശോധന നടത്തുന്നത്, പിന്നെ വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, പിന്നെ തെരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കൽ, ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു 3-5 പോയിന്റ്സ് അതിൻ്റെ നിങ്ങൾ എഴുതണം. അടുത്തത് എന്താണ്? ഹിമാചൽ എന്നീ പർവ്വതനിരകളുടെ സവിശേഷതകൾ. അപ്പോൾ ഹിമാചലിനെ കുറിച്ചൊക്കെ അതിൻ്റെ പർവ്വതനിരകളുടെ സവിശേഷതകൾ എഴുതാണ്. നമുക്കറിയാം അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്. ഹിമാദ്രിയുടെ എത്രയാണ്? ഏകദേശം 6000 ആണ്. ആവറേജ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഹിമാചലിൻ്റെ എത്രയാണ്? 3000 ആണ്. പിന്നെ അതിൻ്റെ സവിശേഷതകൾ അതൊക്കെ പറഞ്ഞാണ് എഴുതേണ്ടത്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നവീന ശിലായുഗ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോൾഡൻ ചൈൽഡ് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? എന്താണ്? മനുഷ്യ സ്ഥിരതാമസമാക്കാൻ തുടങ്ങി അല്ലേ? സ്ഥിരതാമസമാക്കാൻ തുടങ്ങി. പിന്നെന്താണ്? സ്ഥിരതാമസമാക്കാൻ ആരംഭിച്ചു. അതുപോലെ കൃഷി കണ്ടെത്തി അല്ലേ? കൃഷി കണ്ടെത്തി. ഇതുകൊണ്ടൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഗോൾഡൻ ചക്ക് വിശേഷിപ്പിച്ചത് നവീന ശിലായുഗ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോൾഡൻ ചക്ക് വിശേഷിപ്പിക്കാനുള്ള കാരണം. അവർ സ്ഥിരതാമസമാക്കാൻ ആരംഭിച്ചു, കൃഷി കണ്ടെത്തി, ഉപകരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു. ഇതൊക്കെയാണ്. ഇനി രാജ്യപുരോഗതിയിൽ വിദ്യാഭ്യാസം വഹിക്കുന്ന പങ്ക് വിശദമാക്കുക. അതൊക്കെ നമുക്ക് എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കഴിവുകൾ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റൂ. അതുപോലെ ടെക്നോളജി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് വേണം അല്ലേ? വിദ്യാഭ്യാസം വേണം ടെക്നോളജി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെക്നോളജി നമുക്ക് ഉപയോഗപ്പെടുത്തി ബെറ്റർ ജോബ് കിട്ടുമ്പോൾ നമുക്ക് മണി കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും.
അപ്പോൾ ഓരോ മനുഷ്യരുടെയും ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ തന്നെ നമ്മുടെ എന്താണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പം എന്തൊക്കെ അതാണ് അങ്ങനെ സ്റ്റേജസ് ആയിട്ട് എഴുതണം നിങ്ങൾ. എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലാണ് നമ്മുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ, ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അതുപോലെ നമുക്ക് അങ്ങനെയൊക്കെ വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ബെറ്റർ ജോബ് കിട്ടുക. ബെറ്റർ ജോബ് കിട്ടുമ്പോൾ ബെറ്റർ മണിയും കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. അങ്ങനെ നമുക്കൊരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ കൺട്രിയുടെ ഗ്രോത്തും ഉണ്ടാവും. നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ, ഗാർഹിക ജോലി പരിഗണിക്കപ്പെടുന്നില്ല എന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ഒരു പരിമിതിയാണ്. മറ്റു പരിമിതികൾ എഴുതുക. മറ്റു പരിമിതികൾ എന്താ നമുക്കറിയാവുന്ന ഡബിൾ കൗണ്ടിങ് അല്ലേ, ഡബിൾ കൗണ്ടിങ് വരും. പിന്നെ എന്താണ് ഹൗസ് ഹോൾഡിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇതിപ്പോൾ ഒരു ആഡ് ചെയ്യുന്നില്ല, ഹൗസ് ഹോൾഡിൻ്റെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് മാർക്കറ്റിൽ വില നിശ്ചയം, ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്. മാർക്കറ്റിൽ വില നിശ്ചയിക്കാത്തവയുടെ വില നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആഡ് ചെയ്യാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ഒരു പരിമിതിയാണ്. ഡബിൾ കൗണ്ടിങ്, പിന്നെ ഈ ഗാർഹിക ജോലി പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത്, പിന്നെ മാർക്കറ്റിൽ വില നിശ്ചയിക്കാത്തവയുടെ വില നമുക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊക്കെ. അടുത്തത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം വിശദീകരിച്ച് തന്നെ നിങ്ങൾ എഴുതണം. നമ്മൾ നോക്കൂ, ഒന്നാമത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങളുടെ സവിശേഷതകൾ വിവരിക്കുക. ഇത് നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ്, ബ്ലാക്ക് സോയിൽ കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ, റെഡ് സോയിൽ. അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് എഴുതുക. ബ്ലാക്ക് സോയിൽ, ലാറ്ററൈറ്റ്, പിന്നെന്താണ് റെഡ് സോയിൽ, ഇതൊക്കെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതുക. പിന്നെ ധാർ മരുഭൂമിയിൽ മഴ തീരെ കുറയാനുള്ള കാരണങ്ങൾ എന്താ, മെയിനായിട്ട് നമുക്കറിയാം എന്തുകൊണ്ടാണ് ധാർ തീരെ കുറയാനുള്ള കാരണം. ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇതിനെക്കുറിച്ചൊക്കെ എഴുതുക. എങ്ങനെയാണ് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് മഴ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ധാർ മരുഭൂമി മഴ തീരെ കുറയാനുള്ള കാരണങ്ങൾ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ആണ് അല്ലേ, മലനിരകളാണ്, ആരവല്ലി പർവ്വതനിരകളാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളും അവിടുത്തെ അങ്ങോട്ട് വീശുന്ന കാറ്റിൻ്റെ പ്രത്യേകതയും അതൊക്കെ പറഞ്ഞതും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വിശദമാക്കുക. സുപ്രീം കോടതിയുടെ അധികാരങ്ങളെക്കുറിച്ചും നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. സുപ്രീം കോടതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാം ഹൈക്കോടതിയിൽ നിന്ന് നമുക്ക് അപ്പീൽ പോകാനും ഒക്കെ. പിന്നെ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരങ്ങളെക്കുറിച്ചൊക്കെ ഒരു 6 പോയിന്റ് എഴുതിച്ചിട്ട് 5 പോയിന്റ് 6 പോയിന്റ് വെച്ചിട്ട് എഴുതുക. ഇനി ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഗുപ്ത ഭരണകാലത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സാമൂഹ്യ ജീവിതവും സ്ത്രീകളുടെ പദവിയും അവിടുത്തെ മറ്റേ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ കൃഷിയുടെ കാര്യങ്ങളും വികസനവും ഒക്കെ കൂടി ഒരു പാരഗ്രാഫ് എഴുതണം. അപ്പോൾ എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ എന്തൊക്കെയാണ് ആൻസർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം, വിശദീകരിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെയാണ് ആൻസർ എന്ന് നിങ്ങൾക്കൊരറിവ് കിട്ടാൻ വേണ്ടി മാത്രം ഉള്ളൊരു വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ.